പേര് ശ്യാം എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ആർ സി എം ഒരു പ്രൊഫഷനായിട്ട് എടുത്ത് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുന്ന പിൻ ലെവലിൽ നിൽക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്ന പൂർണ്ണ വരുമാനം ആർ.സി.എം ആണ്. തീർച്ചയായിട്ടും ആർ.സി.എമ്മിൽ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ ഫാദർ. കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ആർ.സി.എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ. ശരിക്കും ആ ഉൽപ്പന്നങ്ങളുടെ മേന്മയാണ് തീർച്ചയായിട്ടും ആർ.സി.എമ്മിലേക്ക് വരാനുള്ള കോൺഫിഡൻസ് നമ്മൾ ഓരോ ആളുകൾക്കും നൽകിയത്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ആർ.സി.എമ്മിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ്. വെൽക്കം ടു ദ ആർ.സി.എം ഫാമിലി. എല്ലാ ആളുകളെയും ഞാൻ ഒരിക്കൽ കൂടി ആർ.സി.എം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഡക്ട്സ് ഫോർ യുവർ ഫ്യൂച്ചർ. നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിലെ ഒരു ഉൽപ്പന്നത്തെ പോലെ ആർ.സി.എമ്മിൻ്റെ ഉൽപ്പന്നങ്ങളെ കാണുന്ന വ്യക്തികളല്ല. നമ്മൾ പറയാറുണ്ട് ആർ.സി.എമ്മിൻ്റെ ഓരോ സോപ്പിനകത്തും ഒരു ഹോപ്പ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, നാളെയുടെ പ്രതീക്ഷ. അതുതന്നെയാണ് ആർ.സി.എമ്മിൻ്റെ പ്രോഡക്ട്സ് ഫോർ യുവർ ഫ്യൂച്ചർ. ഭാവിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി വളരെ സുരക്ഷിതത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കൂട്ടം ഉൽപ്പന്നങ്ങളാണ് ആർ.സി.എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ. എന്തൊക്കെയാണ് ആർ.സി.എം ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത? ഒന്ന്, ഗുണമേന്മ, ന്യായവില, സംതൃപ്തി. തീർച്ചയായിട്ടും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് ഏതൊരു വ്യക്തിയും സംതൃപ്തനാണ്. ഈ 3 പ്രത്യേകതകൾ ആർ.സി.എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾക്കുണ്ട്. നമുക്ക് പരിചയപ്പെടാം ആർ.സി.എം തരുന്ന മായമില്ലാത്ത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ. നമുക്ക് പരിശോധിക്കാം ആർ.സി.എമ്മിൻ്റെ പ്രോഡക്റ്റ് റേഞ്ച്. പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളുണ്ട്, ഹെൽത്ത് കെയർ ഉൽപ്പന്നങ്ങളുണ്ട്, അഗ്രികൾച്ചർ ഐറ്റംസ്, ടെക്സ്റ്റൈൽസ്, ഫുഡ് ആൻഡ് ഗ്രോസറി, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പൂജ ഐറ്റംസ്, ഹോം ആൻഡ് കിച്ചൺ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, ഫുഡ് വെയർസ്, ബാഗ്സ് ആൻഡ് ആക്സസറീസ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്. ഇത്രയും വലിയ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ആർ.സി.എമ്മിൻ്റെ മറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രത്തോളം കാറ്റഗറി ഓഫ് ഉൽപ്പന്നങ്ങളുള്ള ഒരു സിംഗിൾ ബ്രാൻഡിൽ ഇത്രത്തോളം ഉൽപ്പന്നങ്ങളെ ഷോ ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പനി ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയമാണ്. അത്രത്തോളം വെറൈറ്റി ഓഫ് ഉൽപ്പന്നങ്ങളാണ് ആർ.സി.എമ്മിൻ്റെ പ്രോഡക്റ്റ് റേഞ്ച്. നമുക്ക് ഓരോ കാറ്റഗറിയിലേക്കും പോകും. പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, ഫോർ ബെറ്റർ പേഴ്സണൽ കെയർ. നമുക്കറിയാം, വളരെ ഹീറ്റാണ്, നല്ല ചൂട് കാലാവസ്ഥയിലാണ് നമ്മൾ ഏപ്രിൽ മെയ്യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ സ്കിന്ന് പുറത്തിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. സൺ ടാൻ ഉണ്ട്, ഡസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട്, ഒരുപാട് ചർമ്മരോഗങ്ങൾ നമുക്ക് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്കിൻ കെയർ അല്ലെങ്കിൽ പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമ്മളുടെ സോപ്പ് ഐറ്റംസ്, നമുക്കറിയാം ഒരു സോപ്പിന്റെ TFM ആണ് ആ സോപ്പിന്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നത്. മാർക്കറ്റിൽ പലതരത്തിലുള്ള ഗ്രേഡ് 1 സോപ്പുകളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ടോട്ടൽ ആ TFM-നെ, ആ ഒരു ഫാറ്റിനെ വെജിറ്റബിൾ ഫാറ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആർ.സി.എമ്മിൻ്റെ സോപ്പ് ഐറ്റംസ്. നമുക്ക് എല്ലാ സോപ്പിനകത്തും ആ ഒരു ഗ്രീൻ ഡോട്ട് കാണാം. നിങ്ങളെ സ്ക്രീനിനകത്ത് കാണുന്നുണ്ടാവും. സെൻസേഷന്റെ മുകളിലും ആ ഒരു ചെറിയ ഗ്രീൻ ഡോട്ട് ഉണ്ട്. നമുക്കറിയാം സെൻസേഷൻ ഒരു വളരെ മികച്ച സോപ്പാണ്. നമുക്ക് ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ തേച്ച് കുളിക്കാൻ ക്വാളിറ്റി ഉള്ള സോപ്പാണ്. അതിനകത്ത് കറ്റാർവാഴയുടെ ഫാറ്റാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്, മിൽക്കിന്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹണിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്. ഇത്രയും ചേർത്തിട്ടുള്ള സോപ്പ് മാർക്കറ്റിൽ ഒരു ഗ്രേഡ് 1 സോപ്പ്, നമ്മൾ വെജിറ്റബിൾ ഓയിൽ അല്ലാത്തൊരു സോപ്പ്, നമ്മൾ ഗ്രേഡ് 1 സോപ്പിന് മാർക്കറ്റിൽ 70-75 രൂപയ്ക്ക് മുകളിൽ 100 ഗ്രാമിന് വില വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 50 രൂപയ്ക്ക് കിട്ടും ആർ.സി.എമ്മിൻ്റെ സെൻസേഷൻ എന്ന് പറയുന്ന സോപ്പ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, ഒരു മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിക്ക് 20 മുതൽ 30% ഡിസ്കൗണ്ടിൽ അത് ലഭിക്കുകയും ചെയ്യും. അത്രത്തോളം വില വ്യത്യാസമുണ്ട്, അത്രത്തോളം ക്വാളിറ്റി ഉള്ള സോപ്പ്. നമുക്കറിയാം ആർ.സി.എമ്മിൽ വരുന്ന എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഒരു സോപ്പായിരിക്കും സെൻസേഷൻ. അതുപോലെ നമ്മളുടെ ഡെറ്റ് മാക്സ് എന്ന് പറയുന്ന സോപ്പ്, എനയുടെ
ഹാൽദി ചന്ദൻ, ജാസ്മിൻ, അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് സോപ്പുകളുണ്ട്. ടീ ട്രീ ഓയിൽ ചേർത്തിട്ടുള്ള ഗ്ലിസറിന്റെ സോപ്പ്, അതുപോലെ സിയോണ. നമ്മളുടെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ചില ആളുകളെ സംബന്ധിച്ച് സോപ്പ് അലർജിയാണ്. ഞാനൊരു PUC നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡെർമറ്റോളജിക്കലി പ്രശ്നമുള്ള പല ആളുകളും നമ്മളുടെ സിയോണ ഉപയോഗിക്കാറുണ്ട്. കാരണം സോപ്പ് അലർജി ഉള്ള ഒരാൾക്ക് പോലും അത് ഉപയോഗിക്കാം. അത്രയും ക്വാളിറ്റിയിൽ ഇറക്കുന്ന പ്രൊഡക്റ്റ് ആണ് സിയോണ. അതുപോലെ ഇന എന്ന് പറയുന്ന ബ്രാൻഡിനകത്ത് നമുക്ക് മൂന്നും നാലും കാറ്റഗറിയിൽ നമുക്ക് സോപ്പുകളുണ്ട്. ജാസ്മിൻ പോലുള്ള സോപ്പ് ഗ്രേഡ് 1 ആണ്. ഒരു ഗ്രേഡ് 1 സോപ്പ് 27 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം 27 രൂപയ്ക്ക് ഒരു സോപ്പ് അവൈലബിൾ ആണ്. അത്രത്തോളം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന സോപ്പുകൾ. അതുപോലെ തന്നെ ലൈം ആൻഡ് ലെമൺ ഗ്രാസ്, വാട്ടർ മെലോൺ ആൻഡ് മിന്റ്. വാട്ടർ മെലോൺ ആൻഡ് മിന്റ് നമുക്ക് ഈ ഒരു സമ്മർ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സോപ്പാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു സോപ്പാണ് ഈ ഒരു വാട്ടർ മെലോൺ ആൻഡ് മിന്റ് സോപ്പ്. ആ മിന്റിന്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ആ ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഐറ്റംസ്, ഡെറ്റോളിന്റെയും ഓറഞ്ചിന്റെയും ഒക്കെ തന്നെ പല ഫ്ലേവറുകളിൽ നമുക്ക് ഹാൻഡ് വാഷ് ഐറ്റംസ് ഉണ്ട്. മാർക്കറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ RCMന്റെ പൗഡർ ഐറ്റംസ്, ഫ്ലോറ ബ്ലോസം, നല്ലൊരു മൈൽഡ് ടെക്സ്ചർ ഉള്ള ഒരു പൗഡറാണ്. ഒരു കുത്തുന്ന സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള നല്ല രണ്ട് പൗഡറുകൾ. അതിലൊന്ന് പ്രിക്ലി ഹീറ്റ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ്. ചൂടുകുരുവിടെ പ്രശ്നമുള്ള ആളുകൾ, സ്കിന്നിലെ മറ്റ് ഈ പറയുന്ന ഹീറ്റ് കൊണ്ട് ഉണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു ആശ്വാസമാണ് RCMന്റെ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ ക്ലാസിക് കൂളിംഗ് പൗഡർ. ഉപയോഗിക്കാത്ത ആളുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അത്രത്തോളം വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ ലിപ് കെയർ ആൻഡ് പെയിൻ ബാം. ലിപ് കെയർ ചൂടിൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന പലതരത്തിലുള്ള എന്താ പറയാ ഹൈഡ്രേഷൻ പ്രശ്നങ്ങൾ, അതുപോലെ ചുണ്ടിനുണ്ടാവുന്ന പൊട്ടിക്കീറലുകൾ, നമുക്ക് ലിപ് ബാമുകൾ കീസോളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ലിപ് കെയർ നമുക്ക് യൂസ് ചെയ്യാം, വളരെ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ ആ ഒരു ലിപ്പിന് വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ, വന്നിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഈ പറയുന്ന ലിപ് ബാമിനേക്കാൾ നമുക്ക് ലിപ് കെയർ വളരെ യൂസ്ഫുൾ ആണ്. ഒക്കെ ഈ സമയത്ത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അതുപോലെ പെയിൻ ബാം നമ്മൾ തലവേദനയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നൈസ സോഫ്റ്റ് ആൻഡ് പെട്രോളിയം ജെല്ലി. ഇതും ഇത്തരത്തിൽ നമുക്ക് സ്കിന്നിനകത്ത് വരുന്ന ഡ്രൈനെസ് അത് മാറ്റാനും സ്കിന്നിനൊരു സ്മൂത്ത് ടെക്സ്ചർ നൽകാനും വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഉപയോഗിക്കാം. ഇത് ഏത് ഭാഗങ്ങളിലും ഉപയോഗിക്കാം. നമ്മുടെ കാലിലുണ്ടാവുന്ന വിണ്ട് കീറലാവട്ടെ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കൈകളിലൊക്കെ ഉണ്ടാവുന്ന സ്ത്രീകളൊക്കെ കൈകൾ പൊതുവെ നമ്മൾ ഈ വാഷിംഗ് ഐറ്റംസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ, പൊട്ടിക്കീറലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മൾട്ടി പർപ്പസ് ബാം എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ബോഡി വാഷ്. RCMൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പല ആൾക്കും അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് മാത്രമാണ് RCMനകത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് സോപ്പ് യൂസ് ചെയ്യുന്ന അതേ സ്ഥലത്ത് നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് ബോഡി വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സിയോണയുടെ ബോഡി വാഷ് എന്ന് പറയുന്നത്. ഈ ഒരു സമ്മർ കാലഘട്ടത്തിൽ വളരെ നമുക്ക് എന്താ പറയാ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. എന്താ പറയാ നമ്മളുടെ ബദാം ഓയിലിന്റെ കണ്ടന്റ് ഉണ്ട്, ഹണി ഉണ്ട്, മിൽക്ക് പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ C ചേർത്തിട്ടുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഇത്രത്തോളം കണ്ടന്റുകൾ നമ്മളെ മറ്റ് സോപ്പുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സോപ്പ് ഉപയോഗിക്കുന്ന അതേ റേറ്റിന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അത്രയും ഒരു ഒരു നല്ല ബോട്ടിലാണ്. നമുക്ക് കുറച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി. നന്നായിട്ട് അതിന്റെ കൂടെ ഒരു എന്താ പറയാ പഫ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് സോപ്പ് ഉപയോഗിക്കുന്ന അതേപോലെ ഉപയോഗിക്കാം. സ്കിന്നിന് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നല്ല ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പല ആളുകളും അതിന്റെ റേറ്റ് വെച്ചിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഒരു സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ ലാസ്റ്റ് ചെയ്യും ആ ഒരു പ്രൊഡക്റ്റ്. 2 3 സോപ്പ് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത്രത്തോളം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് നമ്മൾ സാധാ സോപ്പ് ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം. സോപ്പ് പലപ്പോഴും നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബോഡി വാഷ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡ് ക്രീം. ഫുഡ് ക്രീമിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് അതിൽ വീറ്റ് ജേം ഓയിൽ. നമ്മൾ ഗോതമ്പത്തിനകത്ത് എടുക്കുന്ന അതിന്റെ ജേമിനകത്ത് നിന്ന് എടുക്കുന്ന ഓയിലാണ് വീറ്റ് ജേം ഓയിൽ എന്ന് പറയുന്നത്. വൈറ്റമിൻ E, A ആൻഡ് വൈറ്റമിൻ D, ഈ 3 സാധനങ്ങളും അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി 2 തവണ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ അതിനകത്തുള്ള യൂസേജ് ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ നന്നായിട്ട്
ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അല്ല കുറച്ച് ഹീറ്റ് ആയിട്ടുള്ള വാട്ടറിനകത്ത് നമ്മുടെ കാല് നന്നായിട്ട് കഴുകുക, ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കുക, ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ഫുട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഡെയിലി 2 തവണ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു 1 വീക്ക് കൊണ്ട് റിസൾട്ട് കിട്ടും. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഫുഡ് ക്രീം എന്ന് പറയുന്നത്. ഈ VGM ഓയിൽ പൊതുവെ നമുക്ക് ഇൻഫെക്ഷൻസ്, സ്കിന്നിനകത്ത് വരുന്ന അത്തരം ഇഷ്യൂസ്, ബാക്ടീരിയ എഫെക്ഷൻ, ഇത്തരം കാര്യങ്ങളെ കളയുന്ന ഒരു സാധനമാണ് VGM ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെയിൻഗോ നമുക്കൊരു വേദന സംഹാരിയാണ്. പലതരത്തിലുള്ള ഇത്തരം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, റൈസ് ബ്രാൻ ഓയിലിനകത്ത് കുറച്ച് പെയിൻഗോ ചേർക്കുക, ഒരു ലൈറ്റ് ഹീറ്റ് ആക്കുക, ചെറുതായിട്ട് ചാലിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. നമുക്ക് ജോയിന്റുകളിലൊക്കെ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട്, ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് പെയിൻഗോ. അതുപോലെ തന്നെ ബോഡി ലോഷൻ, നമ്മൾ നേരത്തെ കണ്ടത് ബോഡി വാഷ് ആണെങ്കിൽ 2 തരത്തിലുള്ള ബോഡി ലോഷൻ RCMനകത്തുണ്ട്. ഒന്ന് ഈ പറയുന്ന സ്ട്രോബെറി, സമ്മറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രോബെറി ചേർത്തിട്ടുള്ള ബോഡി ലോഷനും നോർമൽ ഒരു സ്കിൻ കെയർ ആയിട്ടുള്ള ഡീപ്പ് മോയ്സ്ചറൈസിങ് ബോഡി ലോഷനും. ഇത് നമ്മൾ ആക്ച്വലി ബോഡി ലോഷന്റെ യൂസേജ് നമ്മൾ പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ എണ്ണ തേച്ച് കുളിക്കുന്ന ആളുകളായിരുന്നു. നമ്മൾ തേച്ച് കുളി എന്നൊരു പദം തന്നെ മലയാളിയുടെ ഈ ഒരു കുളി പദമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം അന്ന് എണ്ണ തേച്ചിട്ടാണ് പല ആളുകളും കുളിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിൽ ഒരു തവണയെങ്കിലും ശരീരത്തിൽ എണ്ണ തേക്കാത്ത ആളുകൾ കുറവായിരിക്കും. ഇന്നത്തെ നമ്മളുടെ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലിനിടയിൽ നമ്മൾ കുളിക്കാൻ തന്നെ സമയം കിട്ടാത്ത അവസ്ഥയാണ് പലരെ സംബന്ധിച്ചിടത്തോളം. അപ്പം പിന്നെ എണ്ണ തേച്ച് 1 മണിക്കൂർ ശരീരത്തിനകത്ത് വെച്ചതിന് ശേഷം കുളിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളെ സംബന്ധിച്ച് പോസിബിൾ അല്ല. സമയപ്രശ്നമുണ്ട്. രാവിലെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്ക് പോകുന്ന തിരക്കിനിടയിൽ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കുളിക്ക് ശേഷം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്കിന്നിനകത്ത് ഓൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബോഡി ലോഷൻ. സ്കിന്നിനകത്ത് വരുന്ന അല്ലെങ്കിൽ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാം, നമ്മൾ എണ്ണ തേക്കുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇതിനകത്ത്. ധാരാളം ശരീരത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ട്. വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്, സ്ട്രോബെറിയുടെ കണ്ടന്റ് ഉണ്ട്. നമുക്ക് ഒരു സമ്മർ സീസണിലൊക്കെ നന്നായിട്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നതാണ് ബോഡി ലോഷൻ. നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് കൈകളിലും കാലുകളിലും ഒക്കെ നമുക്ക് പുറമേക്ക് സൺലൈറ്റ് ഏൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഹോൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഫേസ് കെയർ ഐറ്റംസ്, നമ്മളെ ഫേസിൽ ഞാൻ പറഞ്ഞു, നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് മലയാളികൾ കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ മറ്റ് പല രാജ്യക്കാരെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേസിൽ പെട്ടെന്ന് പ്രായം തോന്നിക്കുന്നുണ്ട് പല ആളുകളും. അപ്പോൾ ഫേസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഫ്രഷ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ട് ക്രീം ഉണ്ട്. ഇതിനകത്ത് ഗ്രേപ്പ് സീഡ് ഓയിലാണ്, അത് നമ്മുടെ മുന്തിരിക്കുരുവിന്റെ ഓയിലാണ്, അതിന്റെ സത്താണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് നമ്മളെ മുഖത്തുണ്ടാവുന്ന കലകൾ, പാടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോകാൻ വളരെ നല്ലതാണ്. നമുക്ക് മാർക്കറ്റിലെ എന്താ പറയുക ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റിലും വ്യത്യാസമുണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാം. അതുപോലെ മൾട്ടി പർപ്പസ് ക്രീം, കറ്റാർ വാഴയാണ് പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഓൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് മൾട്ടി പർപ്പസ് ക്രീം. പ്രത്യേകിച്ചും നമ്മളുടെ ഹീറ്റിലൊക്കെ ഉണ്ടാവുന്ന കലകൾ, തീപ്പൊള്ളലേറ്റ ആളുകൾ, ഇത്തരത്തിലുള്ള കലകളൊക്കെ മൾട്ടി പർപ്പസ് ക്രീം ഉപയോഗിക്കുമ്പോൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിനൊരു ഒരു എന്താ പറയുക വൈറ്റ്നെസ് തരാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന മൾട്ടി പർപ്പസ് ക്രീം. അതുപോലെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ സോപ്പ് നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഫേസ് വാഷ് ഉണ്ട്. ടീ ട്രീ ഓയിലാണ് അതിന്റെ കണ്ടന്റ്. ടീ ട്രീ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ചെടിയാണ്. അത് ഈ പറയുന്ന സ്കിന്നിനകത്തുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ കളയാൻ ശേഷിയുള്ള, സ്കിന്നിനെ സ്മൂത്ത് ആക്കി നിലനിർത്തുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മുഖക്കുരു ഒക്കെ ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് എന്താ പറയുക ഓയിലി സ്കിന്നുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നൈസയുടെ ഈ പറയുന്ന ടീ ട്രീ ഓയിൽ ചേർത്തിട്ടുള്ള ഫേസ് വാഷ്. നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അത് യൂസ് ചെയ്ത ആളുകൾക്ക് അറിയാം. അതുപോലെ ഹെയർ കെയർ ഐറ്റംസിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്, ധാരാളം ഐറ്റംസ് ഉണ്ട്. മുരിങ്ങ എന്ന് പറയുന്ന കീസോളിനകത്ത് വരുന്ന മുരിങ്ങ പ്രൊഡക്റ്റിനകത്ത് തന്നെ ധാരാളമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. RCMനകത്ത് ഇതിന് പുറമേ ഉണ്ട്. ഇത് RCMന്റെ ഒരു എന്താ പറയാ ഹെർബൽ ഷാമ്പു ആണ്. ഹെർബൽ ഷാമ്പു ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കണ്ടന്റ് നീമുണ്ട്, അംലയുടെ കണ്ടന്റ് ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, ആര്യവേപ്പ് ഉണ്ട്. നമുക്കൊരു സാധാ ഒരു നോർമൽ ഷാമ്പു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ തലയ്ക്കകത്തുള്ള ചളി നീക്കം ചെയ്യാനും
നമ്മളല്ലേ തലയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചളി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നതാണ് ഈ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ലതാണ് വാഷ് ചെയ്യുന്നത്. അതിൽ ഷിക്കാക്കായുടെ കണ്ടന്റ് ഉണ്ട്. നമ്മൾ പഴയ സാബൂൻ കായ എന്ന് പറയും. പഴയ ആളുകൾക്ക് അറിയാം, ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. നമ്മള് മുടിക്കകത്ത് ഉണ്ടാവുന്ന ജട അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഷിക്കാക്കായ് എന്ന് പറയുന്നത്. ഇതിന്റെ മൂന്നിന്റെയും കണ്ടന്റ് ആണ് ഹെർബൽ ഷാമ്പു. മാർക്കറ്റിലെ പല ഹെർബൽ ഷാമ്പൂവിനോട് കമ്പയർ ചെയ്യുമ്പോഴും അതിനേക്കാൾ എത്രയോ വില വ്യത്യാസത്തിൽ നമുക്ക് ഷിനോളിന്റെ ഒരു ഹെർബൽ ഷാമ്പു കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ ഹെൽത്ത് ആൻഡ് ഷൈൻ ഷാമ്പു, ഒരു ഷാമ്പു പ്ലസ് കണ്ടീഷണർ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് RCMന്റെ ഈ പറയുന്ന റെവിറ്റോ ഹെൽത്ത് ആൻഡ് ഷൈൻ ഷാമ്പു. ഇത് പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്ന കുറവാന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ നല്ല ഷാമ്പു ആണ്. നല്ലൊരു ഡാർക്ക് കളറ് മുടിക്ക് കിട്ടും. നമ്മൾ ഷാമ്പു തേച്ച് കഴിഞ്ഞാലും എണ്ണ തേക്കാത്ത ആളുകളാണെങ്കിൽ ആ മുടി ഒന്ന് ഒതുങ്ങി നിൽക്കാൻ കണ്ടീഷണർ പ്ലസ് ഷാമ്പു ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലതാണ്. ഷാമ്പു പ്ലസ് കണ്ടീഷണർ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വളരെ റേറ്റ് കൂടുതലാണ്. പ്രത്യേകിച്ച് മറ്റ് പാരബിന് പോലുള്ള കെമിക്കലുകൾ ഇല്ലാത്ത പ്രൊഡക്റ്റിന് വളരെ വലിയ വിലയാണ്. മാർക്കറ്റിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വില വ്യത്യാസത്തിലും വില കുറവിലും നമുക്കത് കിട്ടുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഹെയർ ഓയിലുകൾ, നവരത്ന ഓയിലുകൾ മാർക്കറ്റിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് RCMന്റെ നാച്ചുറൽ കൂൾ ഓയിലാണ്. മൈഗ്രേഷന്റെ പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് പലരിലും വളരെ യൂസ്ഫുൾ ആയിട്ട് കാണാറുണ്ട്. ഉറക്കക്കുറവുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഉറക്കം ക്ലിയർ ആവാനും മൈഗ്രെയിന്റെ പ്രശ്നങ്ങൾ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ മറ്റ് രണ്ട് ഹെയർ ഓയിലുകൾ, ഒന്ന് ഹെർബൽ ഹെയർ ഓയിലാണ്, ഒന്ന് റെവിട്രൈസർ ഓയിലാണ്. റെവിട്രൈസർ ഓയിലിൽ ജഡമാംസി എന്ന് പറയുന്ന ഒരു ആയുർവേദ ചെടിയുണ്ട്. അതാണ് അതിൽ പ്രധാന കണ്ടന്റ്. ഹെർബൽ ഹെയർ ഓയിലിൽ ആര്യവേപ്പിന്റെ കണ്ടന്റ് ആണ് കൂടുതൽ. നമുക്ക് നമ്മുടെ സ്കാൽപ്പിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസിനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഹെർബൽ ഹെയർ ഓയിൽ. റെവിട്രൈസർ ഓയിൽ നമുക്ക് മുടിക്ക് കൂടുതലൊരു എന്താ പറയുക തിക്നെസ്സും നല്ല ബ്ലാക്ക് കളറും നൽകാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ റൂട്ടിനകത്ത് വരുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നു. ഇത്തരത്തില് രണ്ട് ഹെയർ ഓയിലുകളുണ്ട്. നമുക്ക് മുടി എന്താ പറയുക കളർ മാറി വരുന്ന ആളുകൾ അല്ലെങ്കിൽ വെളുപ്പിലേക്ക് വരുന്ന ആളുകൾ റെവിട്രൈസർ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ചെമ്പൻ കളറിലേക്ക് വരുന്നതാണ്. അതൊരു ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നതായിട്ട് പല ആളുകൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണ്. ആ ഇത്തരത്തിൽ രണ്ട് ഹെയർ ഓയിലുകൾ. അതുപോലെ തന്നെ രണ്ട് ഷാമ്പു, ഒന്ന് ആന്റി ഡാൻഡ്രഫ് ആണ്, ഒന്ന് ആന്റി ഹെയർ ഫാൾ ആണ്. ആന്റി ഡാൻഡ്രഫിൽ പപ്പായയുടെ കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ആർഗൻ ഓയിലാണ് ആന്റി ഹെയർ ഫാളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മുടി കൊഴിച്ചിലിന് നല്ലതാണ്, റൂട്ടിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു നിങ്ങൾ സ്ഥിരമായിട്ടൊരു 10 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഒരു 1-2 മിനിറ്റ് തലയ്ക്കകത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നീട് ഒരു ഒന്നരാടൻ ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, താരന്റെ പ്രശ്നം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ താരനുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ പറഞ്ഞ സാർസൻ ഹെയർ ഓയിൽ. ഇതിൽ ആര്യവേപ്പും നമ്മളുടെ കടുകെണ്ണയാണ് പ്രധാനപ്പെട്ട കോമ്പിനേഷൻ. ഇത് തരത്തിൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ താരന്റെ കംപ്ലൈന്റ് ഉള്ള ആളുകൾ ഈ ഒരു ഹെയർ ഓയിലും ഈ ഒരു ഷാമ്പു കൂടെ ഉപയോഗിക്കുക. ഈ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ തല തോർത്തിയതിന് ശേഷം നമുക്ക് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഈ ഒരു സാർസൻ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ ഒരു താരന്റെ കേസിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ എഡിബിൾ കോക്കനട്ട് ഓയിൽ, നമ്മൾ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും. അതിനുള്ളിൽ എഴുതിയിട്ടുണ്ടല്ലേ 100% പ്യുവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ സമാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വാചകം കാണാൻ വേണ്ടി സാധിക്കില്ല. പല പ്രൊഡക്റ്റുകളുണ്ട് മാർക്കറ്റിൽ, ഞാൻ ബ്രാൻഡിന്റെ പേരെടുത്ത് പറയുന്നില്ല. ഫെമിലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. പക്ഷെ അതിനകത്തൊക്കെയുള്ള കെമിക്കൽ ഒരുപാടാണ് എന്ന് മാത്രമല്ല, 100% പോയിട്ട് ഒരു 50% പ്യുവർ ഒന്നും എഴുതാൻ പറ്റില്ല. അവിടെ ആ സ്ഥാനത്താണ് നമുക്ക് 100% ശുദ്ധമായിട്ടൊരു എഡിബിൾ കോക്കനട്ട് ഓയിൽ. ഇത് പല ആളുകളും വെറും വയറ്റിൽ പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ കഴിക്കുന്നുണ്ട്. ചില ആളുകൾ ഈ പറഞ്ഞ വെന്ത വെളിച്ചെണ്ണ കഴിക്കുന്ന ആളുകളുണ്ട്. സ്കിന്നിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുട്ടികളെ തേച്ച് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. സ്കിന്നിന് വരുന്ന എല്ലാ ഇൻഫെക്ഷൻസിനെയും മാറ്റാനുള്ള ശേഷിയുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ തേങ്ങാപ്പാലിനെ ചൂടാക്കി ഉരുക്കിയതിന് ശേഷം അതിനകത്തുള്ള ആ, ചണ്ടി, അതിനകത്ത് അടിയിൽ വരുന്ന അഴുക്കിനെ നീക്കം ചെയ്തതിന് ശേഷം ഫിൽട്ടർ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാ വെളിച്ചെണ്ണയെ അപേക്ഷിച്ച് അതിന് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ തലയിൽ തേക്കാൻ നല്ലതാണ്. അതുപോലെ ഓറൽ കെയർ, നമ്മുടെ പേസ്റ്റും ബ്രഷും, നമുക്കറിയാം 2 തരത്തിലുള്ള പേസ്റ്റ് വരുന്നുണ്ട്. ഹെർബലാണ്,
ഒന്ന് ആയുർവേദിക് ആണ്. മാർക്കറ്റിൽ ഒരു ഹെർബൽ പേസ്റ്റ് ഈ ഒരു റേറ്റിൽ കിട്ടില്ല. അത്രത്തോളം വില കുറവിലാണ് ആർസിഎമ്മിൽ ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് മോർണിംഗ് പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഗംസിന് വേണ്ടിയിട്ടും ക്യാവിറ്റിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ട്രോങ് ആൻഡ് ഷൈനി ടീപ്പ് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചിട്ടുള്ളത്. ആര്യവേപ്പ്, തുളസിയാണ് ഇതിൽ പ്രധാനപ്പെട്ട കണ്ടന്റ്. രണ്ടാമത്തെ കോമ്പിനേഷൻ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് ആണ്. ഇതിനകത്ത് ആയുർവേദിക് പേസ്റ്റ് ആണ്. ഗ്രാമ്പൂവിന്റെ കണ്ടന്റ് ഉണ്ട്. നമുക്ക് രാത്രി കാലഘട്ടങ്ങളിൽ ബ്രഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മോണപഴുപ്പ്, ഇൻഫെക്ഷൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ്. അതുപോലെ ദന്തുമഞ്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പൽപ്പൊടി പൽപ്പൊടി കിട്ടാത്തത് കൊണ്ട് ഒഴിവാക്കിയ ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മോണയുടെ ആരോഗ്യത്തിന്, പല്ലിന്റെ ആരോഗ്യത്തെക്കാൾ ഉപരി നമ്മുടെ മോണയുടെ ആരോഗ്യത്തിന് പൽപ്പൊടി വളരെ യൂസ്ഫുൾ ആണ്. ഉപയോഗിച്ച് നോക്കിയാൽ അതിന്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. നമുക്ക് മോണപഴുപ്പ് അത്തരത്തിലുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം ആയുർവേദ കണ്ടന്റുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷേവിങ് ഐറ്റംസ്, ഷേവിങ് ക്രീം, ചവനപ്രാശം. നമ്മൾ ഈ ഒരു ഇനിയിപ്പം മഴക്കാലഘട്ടം വരാൻ പോവാണ് ജൂൺ ആകുമ്പോഴേക്ക്. നമുക്ക് പലപ്പോഴും ആ ഒരു സമയത്ത് ഷോർട്ടേജ് വരാറുണ്ട് സഞ്ജീവനി പ്രാശം. 40ഓളം എന്താ പറയുക നാച്ചുറൽ കണ്ടന്റുകൾ, ഇൻഗ്രീഡിയൻസ്, ഹെർബൽ ഐറ്റംസ്, പ്രത്യേകിച്ച് അംല, സഫേദ് മുസ്ലി, ശതാവരി, ഗോക്ഷര, ഹണിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം ചവനപ്രാശങ്ങൾ നിത്യയൗവനത്തിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ആയുർവേദത്തിൽ. അതിൽ പാലോ തേനോ ചേർത്ത് കഴിക്കണം എന്ന് നിർബന്ധമാണ്. കാരണം ശരീരത്തിനെ എഫക്ട് ചെയ്യണമെങ്കിൽ. നമ്മൾ പലപ്പോഴും കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ പ്രൊഡക്റ്റ് വരെ മാർക്കറ്റിൽ ശർക്കര ചേർത്തിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമ്മളത് പാല് ചേർത്ത് തന്നെ കഴിക്കണം, അപ്പോഴേ ശരീരത്തിന് എഫക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ പാൽ ഉപയോഗിക്കാത്ത ഒരാൾക്കും ആർസിഎമ്മിന്റെ ചവനപ്രാശം ഉപയോഗിക്കാം. കാരണം ഹണിയാണ് അതിന്റെ ബേസ്. പാലോ തേനോ ചേർത്ത് കഴിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് പാലില്ലാതെയും കഴിക്കാം. പാലിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആണ്, എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ കണ്ടന്റ് കൂടുതൽ കിട്ടും. പഞ്ചതുളസി ഡ്രോപ്സ് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 5 തരം തുളസിയുടെ കണ്ടന്റ് ആണ്. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് വീട്ടിൽ വെക്കാം. പലപ്പോഴും ഒരു ഡോളോയും ഒരു പാരസെറ്റമോളും ഒക്കെ നമ്മൾ വീട്ടിൽ കരുതാറുണ്ട്. നമ്മൾ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ പലപ്പോഴും പനി പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് ഉപയോഗിക്കും ഫീവറിന്. ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് സാധാ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പ്രശ്നമുള്ള ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഡീടോക്സ് ഗ്രീൻ ടീ കാവ. ഗ്രീൻ ടീയും കാവയുടെ ചേർത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് ചെറിയ സാഷേ പാക്കറ്റുകളാണ് ഉള്ളത്. നമുക്ക് ചായ കുടിക്കുന്ന സാധനത്തേക്കൊക്കെ ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം സ്പൈസസും ഗ്രീൻ ടീയും ഹെർബ്സിന്റെ എക്സ്ട്രാക്റ്റുകളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എനർജി വീറ്റയുടെ കണ്ടന്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കറ്റിൽ പരസ്യം ചെയ്യുന്ന പല ചിൽഡ്രൻസിന്റെ ഹെൽത്ത് ഡ്രിങ്കിനെക്കാളും ഫാർ ബെറ്റർ ആണ്. ഒരുപാട് കണ്ടന്റുകൾ, ധാരാളം വൈറ്റമിൻസും ധാരാളം മിനറൽസും അടങ്ങിയിരിക്കുന്നു. പിന്നെ കൊക്കോയുടെ റിയൽ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആണ് ചേർത്തിരിക്കുന്നത്. ഈ പറയുന്ന ചോക്ലേറ്റിന്റെ ഫ്ലേവർ അല്ല. ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് അതിന്റെ ബാക്ക് ഭാഗത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാം. ആ ഒരു പ്രൊഡക്റ്റിന്റെ ബാക്കിലുണ്ട്. അതിനകത്ത് എത്രത്തോളം പ്രോട്ടീന്റെ കണ്ടന്റ് ഉണ്ട്, എത്രത്തോളം എനർജി ഉണ്ട്, എത്രത്തോളം വൈറ്റമിൻസ് ഉണ്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. വൈറ്റമിൻ B1, B2, B3, B5, B6, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ്, ഫോസ്ഫറസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, കോപ്പർ, സിങ്ക് തുടങ്ങിയിട്ടുള്ള ധാരാളം കാൽസ്യം, വൈറ്റമിൻ ഡി ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രത്തോളം കണ്ടന്റിൽ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് വരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു റേഞ്ച് വിലക്കകത്ത് തീരെ വരുന്നില്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് ചായക്ക് പകരമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഫുഡ് ആൻഡ് ഗ്രോസറി നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ചക്കി ഫ്രഷ് ഹോൾ വീറ്റ് ആട്ട ഏഷ്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫാക്ടറിയാണ്. ഫുള്ളി ഗ്ലാസ് കവേർഡ് ആണ്. അങ്ങനെ പ്രോസസിങ് യൂട്യൂബിൽ അടിച്ചാൽ കാണാം. ചക്കി ഫ്രഷ് എന്ന് പറഞ്ഞാൽ ചക്കിലിടിച്ച് പൊടിക്കുന്ന ആട്ടയാണ്. ആട്ടയെ ചൂടാവാതെ, ഹീറ്റ് ആവാതെ അതിനകത്തുള്ള തവിടോ ഫൈബറോ നഷ്ടപ്പെടാതെ പ്രോസസ് ചെയ്തെടുക്കുന്നതാണ്. ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. മുളപ്പിച്ച് പൊടിക്കുന്നതാണ്. മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ആർസിഎം അല്ലാതെ മറ്റൊരു കമ്പനി ജെർമിനേറ്റഡ് ആയിട്ടുള്ള ആട്ട ഇറക്കുന്നില്ല. കാരണം ജെർമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച് പൊടിക്കുന്നതാണ്. അതുപോലെ പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. നമുക്ക് ഇത്രത്തോളം ക്വാളിറ്റിയിൽ ഒരു ആട്ട മാർക്കറ്റിലെ പല ലീഡിങ് ആട്ടയേക്കാൾ വില കുറവിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആർസിഎമ്മിൽ ഭാഗ്യം ചെയ്ത ആളുകൾ. അത്രയും ക്വാളിറ്റിയിൽ ആ ഒരു പ്രൊഡക്റ്റ് വരുന്നു. റൈസ് ബ്രാൻ ഓയിൽ 32ഓളം ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് മരുന്നും പ്രതിരോധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണ. ഒരു ഭക്ഷ്യ എണ്ണ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റെണ്ണകളിൽ നിന്ന് ഉയർന്ന ബോയിലിംഗ് പോയിന്റ്, പുകഞ്ഞു പോകുന്ന ഊഷ്മാവ് കൂടുതലായതുകൊണ്ട് തന്നെ ട്രാൻസ് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു
പാചകം നമുക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ് റൈസ് ബ്രാൻ ഓയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എണ്ണ ചൂടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് പച്ചയ്ക്ക് ഉള്ളിനകത്തേക്ക് കഴിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ദഹന പ്രശ്നങ്ങൾ, കുളിച്ച് തേട്ടൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആണ്. നമ്മളെ ഗട്ടിന്റെ ആരോഗ്യം, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാനുള്ള കഴിവുണ്ട്. കൊളസ്ട്രോളിനെ നോർമൽ ആക്കാനുള്ള കഴിവുണ്ട്. 3 ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ്: ടോക്കോഫീനോൾ, ടോക്കോട്രീനോൾ, ഒറേസനോൾ. നമുക്കറിയാം ഒറേസനോൾ ഒരു ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്ക് ഗാമ ഒറേസനോൾ എന്ന് പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് സെപ്പറേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ 3 ആന്റി ഓക്സിഡന്റുകളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമ്മളൊരു നമ്മളുടെ MD പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്ഷ്യ എണ്ണ എന്ന് നമുക്ക് ഒരിക്കലും RCM റൈസ് ബ്രാൻ ഓയിലിനെ വിളിക്കാൻ സാധിക്കില്ല. കാരണം അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് അതിന്റെ ക്വാളിറ്റി. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭക്ഷ്യ എണ്ണയ്ക്ക് പല തവണയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അവാർഡുകൾ, നമുക്ക് പിക്ചറിനകത്ത് മൻമോഹൻ സിംഗ് സാറിനെ കാണാം, പ്രതിഭ പാട്ടീൽ, ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ തുടങ്ങിയിട്ടുള്ള പല ആളുകളുടെ കയ്യിൽ നിന്നും നമുക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള റൈസ് ബ്രാൻ ഓയിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് RCM റൈസ് ബ്രാൻ ഓയിൽ. RCMന്റെ ട്രിപ്പിൾ റിഫൈൻഡ് സാൾട്ട്. കാരണം ട്രിപ്പിൾ റിഫൈൻഡ് സാൾട്ട് മാർക്കറ്റിൽ നിങ്ങൾക്ക് വില കൂടുതലാണ് RCMന്റെ ഉപ്പിന് എന്ന് പറയുന്ന ആളുകളുണ്ട്. 10 രൂപയ്ക്ക് ഉപ്പ് വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 20 രൂപ എന്ന് പറയുന്നത് നേരെ ഡബിൾ ആണ്. പക്ഷെ നിങ്ങൾ അവരോട് പറയാം മാർക്കറ്റിലെ ടാറ്റ ട്രിപ്പിൾ റിഫൈൻഡ് സാൾട്ട് ഉണ്ട്, ആ സെയിം സാൾട്ട് ആണ്, അത് സെയിം പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് അതിന്റെ മാനുഫാക്ചറിങ് നോക്കിയാൽ കാണാം. ഇതേ പ്ലാന്റിനകത്തുള്ള സാൾട്ട് ആണ് ടാറ്റ മാർക്കറ്റ് ചെയ്യുന്നത്. അതിന്റെ വില 55 രൂപയ്ക്ക് മുകളിലാണ്. ആ ഒരു ബ്രാൻഡ് മാറി RCMനകത്ത് അത് കിട്ടുന്ന സമയത്ത് നമുക്ക് 20 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു സാൾട്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വിലയിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്കൊരു തെളിഞ്ഞ ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു ഉപ്പിനെ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് നിന്ന് മറ്റു തരത്തിലുള്ള യാതൊരു ഇമ്പ്യൂരിറ്റീസും കാണാൻ കഴിയില്ല, അഴുക്കുകൾ ഉണ്ടാവില്ല, അത്രയും ക്ലിയർ ആണ്. RCMന്റെ പയറുവർഗ്ഗങ്ങൾ അൺപോളിഷ്ഡ് ആണ്, ഫസ്റ്റ് ക്വാളിറ്റി അൺപോളിഷ്ഡ് ധാന്യങ്ങൾ. കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. മാർക്കറ്റിലെ മറ്റ് പയറുവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കാഴ്ചയിൽ വ്യത്യാസം ഉണ്ടാവും, കാരണം പോളിഷ് ചെയ്യാതെ വരുന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാർക്കറ്റിൽ നിന്ന് പോളിഷ് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇവിടെ ഇതുള്ള പ്രശ്നമില്ല, എല്ലാവരുള്ള ദാലും കിട്ടാനുണ്ട്. നമ്മളുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് ഏറ്റവും ക്വാളിറ്റിയിൽ ഓരോ പാക്കറ്റും ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 3 പ്രൊഡക്റ്റുകളും RCMൽ അവൈലബിൾ ആണ്. ടർമറിക് പൗഡർ നമുക്ക് കേരളത്തിലെ സാഹചര്യത്തിൽ കിട്ടാനുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ കുർക്കുമിൻ കണ്ടന്റ്, മഞ്ഞളിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കുർക്കുമിൻ ആണ്. നമുക്ക് ക്യാൻസറിനെ തടയാനുള്ള ശേഷിയുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ടർമറിക് പൗഡറിനുണ്ട്. അങ്ങനെ കുർക്കുമിൻ കണ്ടന്റ് കൂടിയിട്ടുള്ള മഞ്ഞളാണ് ഗരമഞ്ഞൾ എന്ന് പറയുന്നത്. നമ്മൾ രാജസ്ഥാനിലെ തരിശ് പ്രദേശങ്ങളിൽ ജലാംശം കുറവുള്ള ഭൂമിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിൽ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലാണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അതിന്റെ കുരുവും ഞെട്ടും കളഞ്ഞു പിടിക്കുന്നതാണ്. നമുക്ക് അൾസർ ഉള്ള ഒരാൾക്കും RCMന്റെ മുളക് പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൾസർ വരുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല. നേരെ പകുതി ഉപയോഗിച്ചാൽ മതി. ഒരുപാട് ക്വാളിറ്റിയിൽ RCMന്റെ മല്ലിപ്പൊടി, നമുക്ക് ആ ഒരു സത്തെടുക്കാത്ത മല്ലിയുടെ ഫ്ലേവർ നമുക്ക് അതിനകത്ത് കിട്ടും. ചായ് മസാല, സബ്ജി മസാല, ഗരം മസാല. ചായ് മസാല നമുക്ക് പാൽ ചായക്കകത്തൊക്കെ കുറച്ച് ഉപയോഗിക്കാം. നമുക്ക് ഈ പറയുന്ന ത്രോട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. സബ്ജി മസാല, ഗരം മസാല ഒക്കെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള RCMന്റെ സ്പൈസസ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എന്താ പറയുക, ശുദ്ധമെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ. അതുപോലെ കായം, കായം നമ്മൾ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കായത്തിന്റെ പൗഡറാണ്, നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. മാർക്കറ്റിൽ നമ്മൾ കായം ഉപയോഗിക്കുമ്പോൾ 70% മുകളിൽ ആട്ട അല്ലെങ്കിൽ മൈദയാണ് അതിനകത്തുള്ളത്. 30% താഴെയായിരിക്കും ആ ഒരു കായത്തിന്റെ കണ്ടന്റ്. ഇവിടെ നമുക്ക് 70% എബോവ് കായത്തിന്റെ കണ്ടന്റ് തന്നെയാണ്. നമുക്കത് ഉപയോഗിച്ചാൽ അതിന്റെ സ്മെല്ല് തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ലാസ്റ്റ് ചെയ്യും. അത്രത്തോളം ക്വാളിറ്റിയിലാണ് RCMന്റെ കായം. അച്ചാറുകള് വേറെ പ്രിസർവേറ്റീവ് ഒന്നുമില്ല, സുർക്ക ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ മലയാളികൾ കഴിക്കുന്ന അച്ചാറിനെ അപേക്ഷിച്ച് പലപ്പോഴും രുചി കുറവാണെന്ന് പല ആളുകളും കംപ്ലൈന്റ് പറയാറുണ്ട്. ഇവിടെ രുചിക്കല്ല ഇമ്പോർട്ടൻസ്, അതിന്റെ ക്വാളിറ്റിയിലാണ്, അതിന്റെ ഹെൽത്തിലാണ് അത് കമ്പനി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കടുകെണ്ണയാണ് അതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. പല ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. മാംഗോ പിക്കിൾ സ്ഥിരമായിട്ട് RCMന്റെ അച്ചാർ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ആളുകൾ, ഫാമിലി ഉണ്ട്. അതിൽ പപ്പടം, ഉഴുന്ന് ഉഴുന്നും കാരമുള്ള പപ്പടം കൂട്ടി പഠിച്ച മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ഒരു വെറൈറ്റിയാണ്. നമുക്ക് ചായക്കൊക്കെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് ധാരാളം മസാലകൾ, ഫ്ലേവർ ചേർത്തിട്ടുണ്ട്. കുരുമുളക് ഉണ്ട്. ഇത് കടലപ്പരിപ്പിനകത്തും ചെറുപയർ പരിപ്പിനകത്തും നമുക്ക് പപ്പടം 2 ഫ്ലേവറിൽ വരുന്നുണ്ട്. ഗാർലിക്കിന്റെ ഫ്ലേവറിൽ വരുന്നുണ്ട്. നമുക്ക് വായ്പുണ്ണുകൾ വരുന്ന ഒരാൾക്കും, പപ്പടം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ പറയുന്ന പുണ്ണിന്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പലരും പപ്പടം ഉപയോഗിക്കാത്തത്. അത്തരം ഇഷ്യൂസ് ഉണ്ടാവില്ല, അങ്ങനെ ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കാം. മിക്സഡ് ഫ്രൂട്ട് ജാം,
വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, നമുക്ക് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. 100% റിയൽ ഫ്രൂട്ട്സിന്റെ കണ്ടന്റ് ആണ്, അതിന്റെ എക്സ്ട്രാക്ട് ആണ്, അല്ലാതെ മാർക്കറ്റിൽ ഫ്ലേവർ അല്ല. നമ്മൾ ഫ്ലേവറൈസ്ഡ് ആയിട്ടുള്ള ജാമുകളാണ് കുട്ടികൾക്ക് പല ആളുകളും ഇന്നും വാങ്ങിച്ചു കൊടുക്കുന്നത്. RCMLന്റെ ജാമൊക്കെ ഏറ്റവും കുറവാണ് ഉപയോഗിക്കാറ്. ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ചോക്കോലിക്സ്, കുട്ടികൾക്ക് ആ ഒരു ഒറിജിനൽ കൊക്കോയുടെ ഫ്ലേവറിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. കോൺഫ്ലേക്സ് ഡയറ്റ് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വലിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഫാറ്റിനെ കട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കലോറി വളരെ കുറവാണ്, നമുക്ക് വിശപ്പ് അടങ്ങുകയും ചെയ്യും, എന്നാൽ ധാരാളം വൈറ്റമിൻസും ന്യൂട്രിയൻസും ഉണ്ട്. സ്ക്രഞ്ച് മാംഗോ, സ്ക്രഞ്ച് ഓറഞ്ച്, അതുപോലെ RCMൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് മാംഗോ സ്ക്വാഷ്. നമുക്കറിയാം മാംഗോ സ്ക്വാഷ് ഈ ഒരു കാലഘട്ടങ്ങളിൽ മാത്രമാണ് നമുക്ക് കിട്ടാറ്. പുതുതായിട്ട് വന്നൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. മാംഗോ സ്ക്വാഷിന്റെ പ്രത്യേകത റിയൽ മാംഗോ പൾപ്പാണ് അതിനകത്ത് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു സീസണിൽ മാത്രമേ നമുക്ക് RCMൽ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. മാർക്കറ്റിൽ മാംഗോ സ്ക്വാഷ് നമുക്ക് ഏത് സമയത്തും കിട്ടും, കാരണം അതിനകത്ത് മാംഗോയുടെ കണ്ടന്റ് ഇല്ല, എല്ലാ ആൾക്കും അറിയാം. അതുപോലെ ധാരാളം ഇത്തരത്തിലുള്ള സമ്മറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള മാംഗോ സ്ക്വാഷും ഓറഞ്ച് സ്ക്വാഷും റോസ് സർബത്തും തുടങ്ങിയിട്ടുള്ള ജൽജീര പൗഡർ നമുക്ക് ശരീരത്തെ എത്രത്തോളം തണുപ്പിക്കാനും ശരീരത്തിന്റെ ആ ഒരു ഹീറ്റിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ജൽജീര. നമുക്ക് പലതരത്തിലുള്ള ഫ്ലേവറിൽ അത് യൂസ് ചെയ്യാം. അതുപോലെ അലോവേര ജ്യൂസ്, ഗിലോയ് തുളസി. അലോവേര ജ്യൂസ് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഗിലോയ് തുളസി, അതുപോലെ തന്നെ യൂറിക് ആസിഡ്, ഷുഗറിന്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ നംകിൻസും അതുപോലെ തന്നെ സോൻ പാപ്പടി പോലുള്ള പ്രൊഡക്റ്റുകൾ ഒറിജിനൽ ഗീല്, ഈ പറയുന്ന നെയ്യ് ഒറിജിനൽ നെയ്യിൽ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എപ്പോഴും. ഇതൊക്കെ കമ്പനിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. സോൻ പാപ്പടി നമുക്ക് റൈസ് ബ്രാൻ ഓയിലിൽ വരാറുണ്ടായിരുന്നു, അവൈലബിൾ ആണ്. കോട്ടഡ് പീനട്ട്, വളരെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് പീനട്ട് നമ്മൾ കണ്ടിട്ടില്ല, വളരെ കുറവാണ്. ഇത് ഉത്തരേന്ത്യയിലാണ് ഇത്രയും വലുപ്പത്തിൽ. അതിന്റെ ഒരു പീനട്ടിന്റെ വലുപ്പം തന്നെ നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പീനട്ടിനേക്കാൾ വളരെ വലുതാണ്. അതങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആലു ഭുജിയ ഉള്ള മിക്സറുകളെല്ലാം തന്നെ റൈസ് ബ്രാൻ ഓയിലിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ധാരാളം കണ്ടന്റുകൾ, പ്രത്യേകിച്ച് ഈ കാണുന്ന ഈ ഒരു മിക്സറിനകത്ത് ഇതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കാട്ടാമീട്ട മിക്സർ എന്നാക്കിയിട്ടുണ്ട് ഇതിന്റെ പേര്. ഇതിൽ ഒരുപാട് കണ്ടന്റുകളുണ്ട്. മാംഗോ പൗഡർ വരെ ചേർത്തിട്ടാണ് ഈ ഒരു മിക്സർ വരുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ വിശ്വസിക്കില്ല. അത്രത്തോളം ക്വാളിറ്റിയിലും അത്രത്തോളം ഹെൽത്തി ആയിട്ടും വരുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മളെ ദഹന സംബന്ധമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നിങ്ങളൊരു പാക്കറ്റ് മുഴുവനായിട്ട് മിക്സർ കഴിച്ചാലും നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. അത്രയും ക്വാളിറ്റിയിലും അത്രത്തോളം കണ്ടന്റുകൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഒരുപാട് ദാല് ചേർത്തിട്ടുണ്ട്, സ്പൈസസ് ധാരാളം ഉണ്ട്, വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. അതുപോലെ ചട്പടി എന്ന് പറയുന്ന മറ്റൊരു മിക്സർ കുറച്ചുകൂടെ എന്താ പറയുക എരിവുള്ള ഫ്ലേവർ ആണ്. അനാർദന, ഹജ്മ, അഗ്നി സാൻഡീവൻ ചൂർണ്ണ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ. അനാർദന പോലും നമുക്കറിയാം മാതള നാരങ്ങയുടെ കണ്ടന്റ് ആണ്. നമ്മളുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കൂട്ടാൻ ശേഷിയുണ്ട്, ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കൂട്ടാൻ, നമ്മുടെ ബ്ലഡിന്റെ അളവ് കൂട്ടാനുള്ള ശേഷിയുണ്ട്. ഹജ്മ കൂലി അതുപോലെ തന്നെ നമുക്ക് ദഹനം ഈസിലി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമാങ്ങ, ഇന്ദുപ്പ്, ഇത്തരത്തിലുള്ള കണ്ടന്റ് ആണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. നമ്മൾ അധികമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളുള്ള ദഹിക്കാത്ത സമയം ഉണ്ടെങ്കിൽ നമുക്ക് അലിയിച്ചിറക്കി കഴിഞ്ഞാൽ, വായലിട്ടിട്ട് അലിയിച്ചിറക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ദഹനം നടക്കും. അതുപോലെ തന്നെ അഗ്നി സാൻഡീവൻ ചൂർണം എന്ന് പറയുന്നത് നമ്മളെ ജഠരാഗ്നിയെ ഉത്തേജിപ്പിക്കാനുള്ളത്, അല്ലെ, നമ്മുടെ കുടലിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതും വിശപ്പിന് ഉണ്ടാക്കുന്നതും ഒക്കെ. അങ്ങനെ ആ ഒരു വിശപ്പില്ലാത്ത ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിശപ്പിനെ ക്ലിയർ ആക്കി കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ജഠരാഗ്നിയെ ഉത്തേജിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഹിങ് പേട, പാൽക്കായാണ് അതിനകത്തുള്ള കണ്ടന്റ്. നമുക്ക് എന്താ പറയാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. ധാരാളം ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് നോക്കിയാൽ കാണാം. ധാരാളം ആയുർവേദ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് നല്ലതാണ്. വയറുവേദനയൊക്കെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയാ നല്ല ഡൈജഷൻ പോസിബിൾ ആക്കാനും നമ്മളെ സഹായിക്കുന്നു. ഉദർസഫ, നമ്മുടെ മോഷൻ ക്ലിയർ അല്ലെങ്കിൽ ആ മോഷനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ എടുത്താൽ അര ഗ്ലാസ് വെള്ളത്തിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ മോഷൻ ക്ലിയർ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഇഡ്ഡലി മിക്സുകൾ, എന്താ പറയുക കമാൻ നോക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒക്കെ ഉത്തരേന്ത്യൻ ഡിഷുകളാണ്. ഇതൊക്കെ പല ആളുകളും ഉണ്ടാക്കി നോക്കാറുണ്ട്. ഗുലാബ് ജാം മിക്സ്, ഇതൊക്കെ പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഉണ്ടാക്കി നോക്കാൻ വളരെ എളുപ്പമാണ്. RCMന്റെ ബിസ്ക്കറ്റ്, നമുക്കറിയാം മാർക്കറ്റിൽ 100% മൈദയാണെങ്കിൽ
പലപ്പോഴും ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞു പോവാതെ കിട്ടും. RCMന്റെ ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകുന്നു എന്ന് പല ആൾക്കും കംപ്ലൈന്റ് ആണ്. കാരണം അതിനകത്ത് തവിടിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകുന്നത്. എപ്പോഴും പൊടിഞ്ഞു പോകുന്ന ബിസ്ക്കറ്റുകളാണ് മൈദ കണ്ടന്റ് കുറവുള്ള ബിസ്ക്കറ്റുകൾ. അതാണ് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലത്. നമ്മളുടെ വീറ്റ് കൊണ്ട് നമ്മളുടെ റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അത് പല ഫ്ലേവറിൽ ജീര ബിസ്ക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്നൂക്കീസ് എന്നുള്ള പേരിൽ നമ്മളുടെ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റ് വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. അംല കാൻഡി നമുക്ക് ഈ ഒരു സീസണിൽ, ചില സീസണിൽ അത് കിട്ടാറില്ല, ഈ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. RCMന്റെ GOT നമുക്കറിയാം. ഈ ചായപ്പൊടി കൊണ്ട് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ചായപ്പൊടി ഉപയോഗിക്കില്ല. അത്രത്തോളം ക്വാളിറ്റിയാണ് ആസാം തേയില. നമ്മൾ രാജസ്ഥാനിൽ തന്നെ പാക്ക് ചെയ്ത് ഉണ്ടാക്കി നമ്മളുടെ വിൽവാരക്കകത്തുനിന്ന് പാക്ക് ചെയ്ത് വരുന്നതാണ്. അത്രത്തോളം ക്വാളിറ്റിയാണ്. 1, 2, 3 തവണ നമുക്ക് ഈ ഒരു ചായപ്പൊടി തിളപ്പിച്ച് ഉപയോഗിക്കാം. അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. മാർക്കറ്റിൽ ലിപ്ടൺ പോലുള്ള ബ്രാൻഡുകളല്ലാതെ നമുക്ക് ഇതിന് കമ്പാരിസൺ ഇല്ല. അത്രത്തോളം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന തേയില. കോഫി, ഇൻസ്റ്റന്റ് കോഫിയാണ്. കാപ്പിയുടെ പൾപ്പ് പിഴിഞ്ഞെടുക്കുന്ന 100% റിയൽ കോഫി എന്ന് പറയാം. നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുമ്പം 50% ഒക്കെ ചിക്കറിയാണ്, കിഴങ്ങ് ചേർത്തിട്ടാണ് വരുന്നത്. നമ്മൾ ആ കോഫിയുടെ വില കൊടുത്തിട്ട് കിഴങ്ങ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. പലപ്പോഴും അത് കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ ഊറി വരുന്നത് കാണാം, കാപ്പിപ്പൊടി കാണാം. അത് കാപ്പിപ്പൊടിയല്ല, ആക്ച്വലി ആ ചിക്കറിയുടെ പൗഡറാണ് അതിനകത്ത് അടിയിലേക്ക് ഊറി വരുന്നത്. ഇവിടെ നമ്മൾ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ 100% മിക്സ് ആയി പോകുന്നത് കാണാം. വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് പാലൊഴിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപാര ടേസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നോമ്പ് സീസണായി നമുക്ക് ബസുമതി റൈസ് ഉണ്ട്, നമുക്ക് കപ്സ, മന്തി പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറ്, ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസിക് ബസുമതി റൈസ്, വെളുത്ത തവിടുള്ള അരിയാണ്. വളരെ ക്വാളിറ്റിയിൽ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ധാരാളം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, പ്രില്ല്, ഡിഷ് വാഷർ, ഈ പറയുന്ന വിം ബാർ പോലുള്ള പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ സൈക്ലോസാൻ ചേർത്തിട്ടാണ് വരുന്നത്. സൈക്ലോസാൻ ഒരു കെമിക്കലാണ്. നമ്മൾ ഉണങ്ങി കഴിയുന്ന സമയത്ത് സിങ്കിനകത്തും നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ വെളുത്ത പൊടി വരുന്നത് കാണാം. അത് സൈക്ലോസാൻ എന്ന് പറയുന്ന കെമിക്കലാണ്. ഇവിടെ സൈക്ലോസാൻ ഫ്രീ ആണ്. ഇത് പല സ്ത്രീകളും ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. കൈകൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ RCMന്റെ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചതിന് ശേഷം കൈ വളരെ സോഫ്റ്റ് ആണ്. അത്രത്തോളം കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മളുടെ പാത്രങ്ങൾ കഴുകുന്നതാണ്. അത് വളരെ ക്വാളിറ്റിയിൽ ഉപയോഗിക്കണം. കാരണം അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ അതിന്റെ കണ്ടന്റ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം വഴി നമ്മളുടെ അകത്തേക്ക് തന്നെ എത്തും. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാർക്കറ്റിലെ ഇത്തരത്തിലുള്ള ഡിഷ് വാഷ് ബാറും ഡിഷ് വാഷ് ലിക്വിഡുകളും നമുക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ വളരെ ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടുന്നു. ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ജെല്ലി ജേബ്സിന് കില്ല് ചെയ്യാത്ത ഫോർമുലയാണ്. അതുപോലെ ഗ്ലാസ് ക്ലീനിങ് ഐറ്റംസ്, വാഷിംഗ് പൗഡർ ഐറ്റംസ്, ബിസ്, റെവിറ്റോ, അതുപോലെ തന്നെ ബിസ് പവർ പ്ലസ് എന്ന് പറയുന്നതൊക്കെ വാഷിംഗ് പൗഡർ, എൻസൈം ബേസ്ഡ് വാഷിംഗ് പൗഡർ ആണ്. റെവിറ്റോ ഒക്കെ ഇത്രയും ക്വാളിറ്റിയാണ്. മാർക്കറ്റിലെ എൻസൈം ബേസ്ഡ് വാഷിംഗ് പൗഡർ നമ്മൾ 100 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം 1/2 കിലോ കിട്ടണമെങ്കിൽ. കാരണം കൈകൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല, കെമിക്കൽ ഫ്രീ ആണ്. അതാണ് എൻസൈം ബേസ്ഡ് വാഷിംഗ് പൗഡർ എന്ന് പറയുന്നത്. നന്നായിട്ട് നമുക്ക് തുണി അലക്കാൻ, പെട്ടെന്ന് ചളി പോവാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ നമുക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല, കൈകൾക്ക് പ്രശ്നമില്ല. ഇത് നമ്മളുടെ കുപ്പായമില്ലാത്ത സോപ്പാണ് RCMന്റെ, അല്ലെ? നമ്മളുടെ സലീം കുമാർ പറഞ്ഞ മാതിരി കാണാനൊരു ഭംഗിയില്ല എന്നുള്ള, ആള് വക്കില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് അത്രത്തോളം പവർഫുൾ ആണ്. പല ആളുകളും RCMലേക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് RCMലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ ഓൾ പർപ്പസ് സോപ്പ് നമുക്ക് ചെറിയ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് അലക്കാൻ ഏറ്റവും നല്ലതാണ്. കാരണം ഇഞ്ചിപ്പുൽ തൈലത്തിന്റെ കണ്ടന്റ് ഉണ്ട്. ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അത് തന്നെ കുട്ടികളെ ഡ്രസ്സ് എപ്പോഴും ബാക്ടീരിയ ഇല്ലാതെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്കിന്നിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പം അത്തരത്തിൽ സാധാ തുണി അലക്കാനും നമുക്ക് ഉപയോഗിക്കാം. ശരിക്കും ബേബി ഡ്രസ്സുകൾ അലക്കാൻ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഷിംഗ് സോപ്പ് എന്നുള്ള നിലയ്ക്കാണ് RCM ഈ ഒരു ഓൾ പർപ്പസ് സോപ്പ് ഉപയോഗിച്ചത്. 100% നാച്ചുറൽ ഓയിലാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. നമ്മളുടെ വെളിച്ചെണ്ണയ്ക്കകത്തുള്ള കണ്ടന്റ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിപ്പുൽ തൈലമുണ്ട്. നമുക്ക് അതിന്റെ സ്മെല്ല് കേട്ടാൽ തന്നെ അറിയാം. ബിസ് എന്ന് പറയുന്നൊരു ഡ്രൈ സോപ്പ്. നമുക്ക് പലപ്പോഴും ഷർട്ടിന്റെ കോളറുകൾ സ്ത്രീകൾ പലപ്പോഴും നിലത്തിട്ട് ഉരയ്ക്കുക, അല്ലെങ്കിൽ കല്ലിനകത്ത് ഉരച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് കേടുവരിക ഒരു ഷർട്ടിന്റെ കോളറാണ്, ശ്രദ്ധിച്ചാൽ അറിയാം. ആ സ്ഥലത്ത് നമുക്ക് ഇത് ഡ്രൈ സോപ്പാണ്. ഇത് പലപ്പോഴും ആളുകൾ ഇത് അലിയുന്നില്ല എന്ന് കംപ്ലൈന്റ് ഉണ്ട്. ഇതിന് 9 രൂപയെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വിലയുള്ളൂ. ഇത് നമുക്ക് ആ ഒരു കോളർ കൃത്യമായിട്ട് റബ്ബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം കോളറിന്റെ ലൈഫ് കൂടും, നമുക്ക് അവിടുത്തെ ചളി നീക്കം ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ സോപ്പുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ബിസ് പ്രൈം എന്ന് പറയുന്ന ഒരു അലക്ക് സോപ്പ് ഉണ്ട്. നമുക്ക് വളരെ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് ഐറ്റംസ് ആണ്. ലിക്വിഡ് ബ്ലൂ, നമ്മൾ
ലിക്വിഡ് ബ്ലൂ എന്ന് ഇപ്പൊ പറയാറില്ല, ഉജാല എന്നാണ് എല്ലാ ആളുകളും പറയാം. അത്രത്തോളം പരസ്യം നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. RCMന്റെ ലിക്വിഡ് ബ്ലൂ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പൂജാ സാമഗ്രികൾ നല്ല മൈൽഡ് ടെക്സ്ചറാണ് എല്ലാ അഗർബത്തീസും. നമുക്ക് 5 രൂപയ്ക്ക് ചന്ദനത്തിരി മാർക്കറ്റിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, അവൈലബിൾ അല്ല. ഒരാളിനോട് കഴിഞ്ഞ ദിവസം 5 രൂപയ്ക്ക് വാങ്ങിച്ചു, 5 രൂപയ്ക്ക് ചന്ദനത്തിരി ഇപ്പോഴും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഒരുപാട് കാലം മുന്നെയാണ് മാർക്കറ്റിൽ 5 രൂപയ്ക്ക് ചന്ദനത്തിരി വാങ്ങിച്ചിട്ടുള്ളത്. അത്രയും ക്വാളിറ്റിയാണ്. 3-in-1 അഗർബത്തികൾ 2 ഫ്ലേവറിലുണ്ട്. ധാരാളം തിരികളുണ്ട്, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നീം എന്ന് പറയുന്ന അഗർബത്തി ഉണ്ട് അല്ലെ, RCMൽ പലപ്പോഴും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു അഗർബത്തിയാണ്. കാരണം അഗർബത്തി ആണെങ്കിലും ആളുകൾ ചോദിക്കുക കൊതുകുതിരിയായിട്ടാണ്. കാരണം അത് ഉപയോഗിക്കുമ്പോൾ നീമിലെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻസെക്റ്റുകൾ, ഫ്ലൈസ് ഒക്കെ മാറി നിൽക്കുന്നത് കൊണ്ട് ഇതിനെ കൊതുകുതിരിയായിട്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കടകളിൽ വന്നാൽ RCMന്റെ കൊതുകുതിരി തരൂ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്രയും എന്താ പറയാ, ഡബിൾ എഫക്റ്റ് ആണ്. അഗർബത്തി ആണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള റൂമിൽ നമ്മൾ സ്ലീപ്പ് വെല്ല് കത്തിച്ച് വെക്കുന്നത് കാണാറുണ്ട്. വളരെ കേടാണ്. ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും അതിനകത്തുണ്ട്. നമ്മൾ ശ്വസിക്കാൻ പാടില്ല. നമുക്കത് RCMന്റെ നീം അഗർബത്തിയും ഒരു സ്ലീപ്പ് വെല്ലും നിങ്ങൾക്ക് കത്തിച്ചാൽ അറിയാം നമുക്ക് എത്രത്തോളം ആ ഒരു സ്മെല്ല് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും സ്ലീപ്പ് വെല്ലിനകത്ത്. ഇവിടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഈ പറയുന്ന ഇഞ്ചിപ്പിൽ തൈലമുണ്ട്, ആര്യവേപ്പിന്റെ കണ്ടന്റ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള റെസ്പിറേറ്ററി ഇഷ്യൂസും ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ധൂപ്വതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രതിഷ്ഠയുടെ നമ്മുടെ പൂജാ റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ വില കുറവാണ്. അതുപോലെ ഹോം ആൻഡ് കിച്ചൺ ഐറ്റംസ്, ധാരാളം ഹോം ആൻഡ് കിച്ചൺ ഐറ്റംസ് ഉണ്ട്. ഇനിയും ധാരാളം ഉൽപ്പന്നങ്ങൾ ഈ ലേബലിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഫുട്വെയർ ഐറ്റംസ്, ഫുട്വെയർ, ബാഗ്സ് ആൻഡ് ആക്സസറീസ്. നമുക്ക് സ്കൂൾ തുറക്കുന്ന കാലഘട്ടങ്ങളിൽ ധാരാളം ബാഗുകൾ പല ഷോപ്പുകൾക്കകത്ത് നിന്ന് നമ്മൾ വിറ്റ് പോകാറുണ്ട്. നല്ല ക്വാളിറ്റി RCMന്റെ ഒരു ബാഗ്, ഞാൻ RCMൽ വന്ന സമയത്ത് വാങ്ങിച്ച ബാഗ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം 6 വർഷത്തിന് അടുത്താവാറായി. വാങ്ങിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. അത്രയും ക്വാളിറ്റിയിൽ ഉള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ നോട്ട്ബുക്കുകൾ, പെന്നുകൾ, നമ്മളെ ഡ്രസ് ഐറ്റംസ്, അത്തരത്തിലുള്ള ധാരാളം ഐറ്റംസ്. ബെഡ്ഷീറ്റുകളൊക്കെ പ്യുവർ കോട്ടൺ ആണ്. ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റും നല്ല ഡിസ്ട്രിബ്യൂട്ടർ ബേസും. ധാരാളം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ട്. ധാരാളം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പ്രൊജക്ടർ വന്നു. ഇത്തരത്തിലുള്ള ധാരാളം ഐറ്റംസ് ഇനിയും RCMൽ വന്നുകൊണ്ടിരിക്കും. നാളെ നമ്മൾ എന്ത് ഉൽപ്പന്നം വാങ്ങിക്കുന്ന സമയത്തും നമുക്ക് പർച്ചേസ് വോളിയം കിട്ടുന്ന രീതിയിലേക്കുള്ള വൈഡ് റേഞ്ച് ഓഫ് ഐറ്റംസിലേക്ക് കമ്പനി വരുന്നു. വിദേശ രാജ്യങ്ങളിലേക്കും നമ്മൾ കമ്പനി ഉൽപ്പന്നങ്ങളും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വരാനുള്ള സാധ്യത. അത്തരത്തിൽ നമ്മൾ എവിടെ തിരിഞ്ഞാലും നാളെ നമ്മളെ അക്കൗണ്ടിനകത്തേക്ക് കാശ് വരുന്ന രീതിയിലേക്ക് RCMന്റെ ഉൽപ്പന്നങ്ങൾ വരുന്നു. അപ്പൊ RCMന്റെ ഉൽപ്പന്നങ്ങളെ പറിച്ച് നമ്മൾ ഒരു മീറ്റിങ്ങിനകത്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ആ നന്മ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് തന്നെ അറിയാം. താങ്ക് യു.